ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേബിൾ ഡെക്കോ ആയിട്ടാണ്. ഒരു മിനി ടേബിൾ ഡെക്കോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ഡെക്കോ ഉണ്ടാക്കാം എന്നതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻ്റ് ഇടാനും മറക്കല്ല. അപ്പം ഇതേപോലെ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. അപ്പം ഈ കാർട്ടൂൺ ക്യാരക്ടർ കാണുന്നവരും ഈ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ പേരറിയാവുന്നവരും ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അതിനുശേഷം നമ്മൾ ഈ കാർട്ടൂൺ ക്യാരക്ടറിനെ ഒന്ന് കളറടിച്ച് കൊടുക്കുന്നു. അപ്പോൾ റെഡ് കളറാണ് സ്ട്രോബെറിയുടെ ഭാഗത്തൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഗ്രീനും കൊടുക്കാം. അപ്പോൾ ഞാൻ വെറും A4 സൈസ് പേപ്പറിലായിട്ടാണ് അത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അതിനുശേഷം സ്ട്രോബെറിൻ്റെ ആ ഡോട്ട്സ് ഉണ്ടല്ലോ, അത് വൈറ്റ് കളർ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. രണ്ടിടത്തും കൊടുത്തു. ആ തലയുടെ ഭാഗത്തും കൊടുത്തു, ആ കയ്യിലുള്ള സ്ട്രോബെറിക്കും കൊടുത്തു. അതിനുശേഷം നമുക്കൊരടപ്പ് വേണം. പിന്നെ ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പർ എടുത്ത് ഇതേപോലെ നീളത്തിൽ വെട്ടിയെടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുക്കണം. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്കിങ്ങനെ മടക്കാം. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പം മടക്കിയതിന് ശേഷം നമുക്കൊരു സ്പ്രിങ് പോലെ കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നത്. അങ്ങനെ മടക്കി കൊടുത്തു, മുകളിലും പശ തേച്ചു, അത് സെറ്റായി. ഇനി നമുക്ക് അടപ്പിൻ്റെ മുകളിലോട്ട് ഈ പറയുന്ന പേപ്പർ വെച്ച് മടക്കി മടക്കി ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യമേ വെച്ച് കൊടുക്കുക. ആദ്യമേ ഞാൻ ചെയ്യാൻ വെച്ചിരുന്ന രീതി വേറെ ഇതായിരുന്നു. അതാ നിങ്ങളവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. പിന്നെ ഞാനത് മാറ്റി. അത് വെക്കുമ്പോൾ ബാക്കിലത്തെ ആ സംഭവം കാണുന്നു. അപ്പം ഒരു രസമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലാണ് പണിയില്ലാത്തത്, അതിങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ. നമുക്ക് പുതിയ ഐഡിയ നോക്കാം. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, കണ്ടാ. അപ്പം ഞാൻ അത് നൈസിനൊന്ന് മാറ്റി. എന്നാലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലോട്ട് വേറൊരു വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് കുറച്ചൊരു ട്രയാങ്കിൾ മാതിരി അതൊന്ന് ഇരിക്കാൻ വേണ്ടി, ഒന്ന് ചരിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനൊരു പേപ്പർ കട്ട് ചെയ്ത് കൊടുത്തു. ഇതായിരുന്നു ഇച്ചിരി കൂടെ എളുപ്പം, മറ്റേത് നല്ല പണിയായിരുന്നു. അതിൻ്റെ മുകളിലോട്ട് ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. നമ്മളുടെ സംഭവം ശരിയായി ഇവിടെ. അപ്പം കണ്ടാക്കണിങ്ങനെ അനങ്ങുന്നേ. അപ്പം ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് എഴുതണം. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതും കമൻ്റ്